അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖുൽ പറയുക, ചോദിക്കുക മുഹമ്മദ് നബിയെ, മർ റബ്ബുസ് സമാവാതി വൽ അർള്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവാരാണ്. എന്താ ചോദ്യം? മനുഷ്യരോട് എന്താ ചോദിക്കേണ്ടത്? ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവാരാണ്. കുലില്ല, അള്ളാഹുവാണ്. ലോകത്തുള്ള മനുഷ്യർ, വിശ്വാസികളായ മനുഷ്യരൊക്കെ പറയുന്ന ഒരേ വർത്തമാനമാണ്. ഇന്ന് വരെ, ഈ നിമിഷം വരെ ഈ പ്രപഞ്ചവും അതിലുള്ള സകല ചരാചരങ്ങളും സകല സൃഷ്ടികളും അത് അള്ളാഹുവിൻ്റെതാകുന്നു എന്നാണ് ലോകത്തുള്ള മതവിശ്വാസികൾ മുഴുവൻ ഈ നിമിഷം വരെ പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വേറെ ആർക്കെങ്കിലും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ, അതിലുള്ള ചരാചരങ്ങളെ സൃഷ്ടിക്കാൻ അള്ളാഹുവിനല്ലാതെ വേറെ ആർക്കെങ്കിലും അതിൽ പങ്കുണ്ട് എന്ന് ഇന്ന് വരെ ലോകത്ത് ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല. അപ്പോൾ അള്ളാഹു ചോദിക്കുന്നു, കുൽ. അടുത്ത ചോദ്യം ശരിക്കും ശ്രദ്ധിക്കുക. എന്താണ്? കുൽ അഫത്തഹദത്തും മിന്ദൂനി ഔലിയ. പിന്നെ എന്തിനാ നിങ്ങൾ ഈ ഔലിയാക്കുമാർ സ്വീകരിച്ചത്? ഇതൊക്കെ നിങ്ങൾക്കറിയാം. ഈ പ്രപഞ്ചവും അതിലുള്ള സകല ചരാചരങ്ങളും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അതൊക്കെ അള്ളാഹുവിൻ്റെതാണ് എന്ന് നിങ്ങൾക്കറിയാം. എന്നിട്ടും നിങ്ങളെന്താണ് ഫത്തഹദത്തും മിന്ദൂനി ഔലിയാക്കന്മാർ സ്വീകരിച്ചതെന്താണ്? അവിടെ ഒരു ചോദ്യം, ഈ ഔലിയാക്കന്മാർ ആരാണ്? അഫത്തഹദത്തും മിന്ദൂനി ഔലിയ ലാ യംലിക്കൂന ലി അംഫുസിഹിം നഫ്വൻ വലാ ദർറൻ. ഈ ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ അവരെ തന്നെ സഹായിക്കാൻ, അവർക്ക് തന്നെ ഉപകാരം ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു ഉപദ്രവം ചെയ്യാൻ ഔലിയാക്കന്മാർക്ക് സാധ്യമല്ല. സുബ്ഹാനല്ലാഹ്. അല്ലാഹ് പറയാണ്, ഔലിയാക്കന്മാർക്ക് അവരെ തന്നെ സഹായിക്കാനോ അവരെ തന്നെ ഉപദ്രവിക്കാനോ ഔലിയാക്കന്മാർക്ക് സാധ്യമല്ല. ഇതിനെല്ലാം കഴിയുന്ന, എല്ലാ കഴിവുള്ള അള്ളാഹുവിനെ വിട്ടിട്ട് എന്തിനാണ് ഈ ഔലിയാക്കന്മാർ, ഒരു കഴിവുമില്ലാത്ത ഈ ഔലിയാക്കന്മാർ സ്വീകരിച്ച് എന്തിനാണ് അള്ളാഹു ചോദിക്കുകയാണ്. എന്നിട്ട് അള്ളാഹ് പറയാണ്, വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ, ലാ യസ്തതീഊന നസ്റക്കും. നിങ്ങൾ എന്തിനാ ഓലെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? ഈ ഔലിയാക്കന്മാർ, അമ്പിയാക്കന്മാർ, അള്ളാഹു അല്ലാത്തവരെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? നിങ്ങളെ സഹായിക്കാനല്ലേ? അള്ളാഹ് പറയാം, ലാ യസ്തതീഊന നസ്റക്കും, അവർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. ഒരൗലിയാക്കും ഒരമ്പിയാക്കും, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാൾക്കും നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. വല അംഫുസവും യൻസുറൂൻ, അവർക്ക് അവരെ തന്നെ സഹായിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഗുരുവായൂരപ്പനെ, കൊടുങ്ങല്ലൂരമ്മ, ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, യേശുക്രിസ്തു, കന്യാമറിയം, മുഹമ്മദ് നബി, മൊയ്തീശങ്ങൾ, മുനമ്പത്തെ ബീവി, ഇല്ലേ? ഇവരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ലേ? അള്ളാഹ് പറയാണ്, അവർക്ക് അവരെ തന്നെ സഹായിക്കാൻ കഴിയില്ല. മുഹമ്മദ് നബിയെ സഹായിക്കാൻ കഴിയില്ല. ശ്രീരാമനും ശ്രീകൃഷ്ണനും അവരെ സഹായിക്കാൻ കഴിയില്ല. യേശുക്രിസ്തുവിന് യേശുക്രിസ്തുവിന് സഹായിക്കുക. അള്ളാഹ് പറയുക, കഴിയില്ല, ഒരാൾക്കും കഴിയില്ല. അങ്ങനത്തെവരെയാണ് നിങ്ങൾ വിളിച്ച്, അവർക്ക് അവരെ തന്നെ സഹായിക്കാൻ കഴിയില്ല. അങ്ങനത്തെ പോലെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, നിങ്ങളെക്കാൾ വിവരമില്ലാത്ത മനുഷ്യർ ലോകത്തുണ്ടാവില്ല. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, മാ യംലിക്കൂന മിൻ ഖത്മീർ, ഒരു ഈത്തപ്പഴക്കുരുവിൻ്റെ മേലുള്ള പാടുണ്ടല്ലോ, അതുണ്ടാക്കാൻ ഇവർക്ക് ആർക്കും കഴിയില്ല. ലോകത്ത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നവർക്ക്
അത് ഗുരുവായൂരപ്പനാകട്ടെ, കൊടുങ്ങല്ലൂരമ്മാട്ടെ, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, യേശുക്രിസ്തു, കന്യാമറിയം, മുഹമ്മദ് നബി, മൊയ്തീശങ്ങൾ, മുൻപത്തെ ബീബി എന്ന് വേണ്ട ആരെയൊക്കെയാണ് അള്ളാഹു അല്ലാത്തവരെ ആരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവർക്ക് ഒരു ഈത്തപ്പഴക്കുരുവിൻ്റെ പാടക്കുള്ള കഴിവില്ല. ഉണ്ട് എന്നൊരു മുസ്ലിം വിചാരിച്ചവൻ കാഫറാണ്. മുഹമ്മദ് നബിക്കോ മൈതീസ്യങ്ങൾക്കോ മുൻപത്തെ ബീഗ്, അജ്മീർ, നാഗൂർ, ഏർവാടി പോലുള്ളവർക്ക് ആർക്കെങ്കിലും ഒരു ഈത്തപ്പഴക്കുരുവിൻ്റെ പാട ഉണ്ടാക്കാൻ അവർക്ക് കഴിയും എന്നൊരു മുസ്ലിം വിചാരിച്ചവൻ കാഫറാണ്. എന്നിട്ട് നോക്ക്, അള്ള പറയുക ഇൻ തദൂഹും, നിങ്ങൾ അവരൊന്ന് വിളിച്ച് നോക്ക്. ഒരു ഈത്തപ്പഴക്കുരുവിൻ്റെ പാടക്ക് കഴിവില്ലാത്ത ഇവരെ നിങ്ങളൊന്ന് വിളിച്ച് നോക്ക്. ഇൻ തദൂഹും ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ വിളി അവർ കേൾക്കില്ല. നിങ്ങളുടെ പ്രാർത്ഥന ഈ പറയുന്ന ഈ വിളിക്കപ്പെടുന്ന ആരും കേൾക്കില്ല. അത് ഗുരുവായൂരപ്പൻ കേൾക്കില്ല, കൊടുങ്ങല്ലൂരമ്മ കേൾക്കില്ല, ശ്രീകൃഷ്ണനും ശ്രീരാമനും കേൾക്കില്ല, യേശുക്രിസ്തുവും കന്യാമറിയവും കേൾക്കില്ല എന്നല്ല പറഞ്ഞേ. മുഹമ്മദ് നബിയും കേൾക്കില്ല, മൊയ്തീശങ്ങളും കേൾക്കില്ല, മുൻപത്തെ ബീബിയും കേൾക്കില്ല, അജ്മീർ, നാഗൂർ ഒരുത്തനും കേൾക്കില്ല, ഒരുത്തും കേൾക്കില്ല. അല്ല പറയുക ഇൻ തദൂഹ്, അവരെ വിളിച്ച് പ്രാർത്ഥിച്ചു നോക്ക്. ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ വിളി അവർ കേൾക്കില്ല. ഏതെങ്കിലും ഒരു മുസ്ലിം അവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് അവരെ വിളിച്ചാൽ അവർ കേൾക്കുമെന്നൊരു മുസ്ലിം വിചാരിച്ചവൻ എന്താണ്? കാഫറാണ്. കാരണം അള്ളാഹ് പറഞ്ഞാൽ കേൾക്കില്ല. ഈ അമ്പിയാവലിയാക്കന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളെ പ്രാർത്ഥന അവർ കേൾക്കില്ല എന്ന് ആരാ പറഞ്ഞ്? അള്ളാഹു പറഞ്ഞ, വേറെ ഏതെങ്കിലും ഒരുത്തൻ പറഞ്ഞല്ല. അള്ളാഹ് പറയുന്ന അവർ കേൾക്കില്ല. അള്ളാഹ് കേൾക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മുസ്ലിം കേൾക്കുമെന്ന് വിചാരിക്കുന്നതേ പിന്നെ ഓൻ കാഫറല്ല, പിന്നെ കാഫറാരാ? എന്നിട്ട് അള്ളാഹ് പറയുക വലവു സമയോ, അവർ കേട്ടു എന്ന് നിങ്ങൾ വിചാരിക്കുമല്ലോ. കേൾക്കുമെന്ന് വിചാരിച്ചിട്ടാണെന്നല്ലേ ഇവരൊക്കെ വിളിക്കുന്നത്. കേൾക്കില്ല എന്ന് വിചാരിച്ച ആരെങ്കിലും വിളിക്കുമോ? ഇല്ലല്ലോ. ഇവരൊക്കെ വിളിക്കുന്നത് എന്തിനാണ്? അവർ കേൾക്കും എന്ന് വിചാരിച്ചിട്ടാണ്. മാസ്തജാബൂലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം തരില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം അവർ കേൾക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് ഉത്തരം ചെയ്യില്ലല്ലോ. വയൗമൽ ഖിയാമത്തി യക്ഫറൂന ബിശിർക്കിക്കും, നാളെ പരലോകത്ത് അവരെ വിളിച്ചത് അള്ളാഹുവിൽ പങ്കു ചേർത്തതായിരുന്നു എന്നവർ പറയും. എങ്ങനെ? മൊയ്തീശങ്ങളെ കാക്കണമെന്ന് വിളിച്ചവരെ പരലോകത്ത് വെച്ച് മൊയ്തീശങ്ങൾ കാണുമ്പോൾ അള്ളാഹുവെ എന്നെ നിന്നിൽ പങ്കു ചേർത്ത ആളതാ പോകുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് പ്രാർത്ഥിച്ചവനെ റസൂൽ കാണുമ്പോൾ എന്താ പറയുക? അള്ളാഹുവെ എന്നെ നിന്നിൽ പങ്കു ചേർത്തവനതാ പോകുന്നു. യക്ഫറൂന ബിശിർക്കിക്കും വലാ യുനബ്ബിഉക ബിമിസ്ലി ഖബീർ. ഇത്ര കൃത്യമായിട്ട് ലോകത്ത് ഒരു മനുഷ്യനും പറയാൻ കഴിയില്ല. അങ്ങനെ ഖബറിൽ കിടക്കുന്ന ഇവരുടെ അവസ്ഥ, പരലോകത്തുള്ള അവസ്ഥയും ഇത്ര കൃത്യമായിട്ട് അള്ളാഹുവിനല്ലാതെ വലാനു യുനബ്ബിഉക മിസ്ലി ഖബീർ, ഇത്ര കൃത്യമായിട്ട് അള്ളാഹ്ക്കല്ലാതെ വേറെ ഒരുത്തനും പറഞ്ഞുതരാൻ കഴിയില്ല. അള്ളാഹ് പറയാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ വെല്ലുവിളി, ഇന്നല്ലദീന തദ്ഊന മിൻദൂനില്ല, അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ. ആരൊക്കെയാണ്? ശ്രീരാമനുണ്ട്, ശ്രീകൃഷ്ണനുണ്ട്, ഗുരുവായൂരപ്പനുണ്ട്, കൊടുങ്ങല്ലൂരമ്മ ഉണ്ട്, യേശുക്രിസ്തുണ്ട്, കന്യാമറിയമുണ്ട്, മുഹമ്മദ് നബിയുണ്ട്, മൊയ്തീശങ്ങളുണ്ട്, മുൻപത്തെ ബീബിയുണ്ട്, കുപ്പസ്വാമിയുണ്ട്, അജ്മീർ, നാഗൂർ, ഏർവാടി, മുത്തുപ്പേട്ട പോലുള്ള സകലരെ ഇവരൊക്കെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ലേ? അവരാരാണ്? ഈ ബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെ തന്നെ ഉള്ള അടിമകളാണ്. നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുണ്ട് അത് മാത്രമേ അവർക്കുള്ളൂ. നിങ്ങളെപ്പോലത്തെ അടിമയാണ്, അവർക്ക് വേറൊരു കഴിവില്ല. എന്നിട്ട് അള്ളാഹിൻ്റെ വെല്ലുവിളി എന്താണ്? ഇബാദുൻ അംസാലുക്കും ഫദൂഹും, അതിനാൽ നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിക്കൂ. നിങ്ങളെപ്പോലെ തന്നെയല്ല അടിമകൾ അവരൊക്കെ. അതുകൊണ്ട് ഫദൂഹും, നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിക്കൂ. ഫൽ യസ്തജീബൂ ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നതൊന്ന് കാണട്ടെ. ഇൻ കുന്തും സ്വാദിക്കീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ. ഇവരാരെങ്കിലും
മുഹമ്മദ് നബിയോ മൊയ്തീസ്യങ്ങളോ മനുമ്പത്ത ബീബിയോ കുപ്പസ്വാമിയോ അജ്മീർ നാഗൂർ ഏർവാടി ബദരീങ്ങൾ അല്ലേ, അങ്ങനെ ഇങ്ങനെ വിളിച്ച് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നു എന്ന് കാണട്ടെ. അള്ളാഹിൻ്റെ വെല്ലുവിളിയാണ്. കാണിക്കാൻ കഴിയുമോ? ലോകത്ത് ആർക്കും കഴിയുക? ഇതാ ഞാൻ മൊയ്തീസ്യങ്ങളെ വിളിച്ചിട്ട് മൊയ്തീസ്യങ്ങൾ എൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് എനിക്കിതാ ഉത്തരം നൽകിയിരിക്കുന്നു, എൻ്റെ കാര്യം സാധിപ്പിച്ച് തന്നിരിക്കുന്നു. ഈ ദുനിയാവ് ഏതെങ്കിലും ഒരുത്തന് പറയാൻ കഴിയുക? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിട്ട് എൻ്റെ വിളി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടിരിക്കുന്നു, എന്നിട്ട് അതിന് എൻ്റെ കാര്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധിപ്പിച്ച് തന്നിരിക്കുന്നു എന്ന് ദുനിയാവെന്ന് ഖിയാമത്ത് നാളിനിടക്ക് ഏതെങ്കിലും ഒരുത്തന് പറയാൻ കഴിയും? അള്ളാൻ്റെ വെല്ലുവിളിയാണ്. ഒന്ന് കാണട്ടെ ഒരു ഉത്തരം ചെയ്യുന്നത്. ഇങ്ങൊന്ന് സാധിക്കും, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ. ഇതൊക്കെ പോരെ ഒരു അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മുശ്രിക്കുകളായ ആൾക്കാർക്ക്? മൊയ്തീസ്യങ്ങളെ മുഹമ്മദ് നബീനെയും മനുമ്പത്ത ബീബി അതുപോലുള്ളവരെ വിളിച്ച് പ്രാർത്ഥിച്ചു മുശ്രിക്കായവർക്ക് ആയിക്കൊണ്ടിരിക്കുന്നവർക്ക് ഇസ്ലാം സ്വീകരിക്കാൻ ഇതിലപ്പുറം എന്തായത്താ വേണ്ടി? എന്ത് തെളിവാണ് വേണ്ടി? ഇനി അള്ളാഹ് പറയുന്നതൊക്കെ ഇന്നമാ, വല്ലാത്തൊരു വചനാത്, ഇന്നമാ യസ്തജീബുല്ലദീന യസ്മഊൻ. എന്താണ് വചനം? പണ്ഡിതന്മാരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക, വചനം എന്താണ്? ഇന്നമാ യസ്തജീബുല്ലദീന യസ്മഊൻ. അല്ല കൂട്ടരെ, അവർ നിങ്ങൾക്ക് ഉത്തരം നൽകണമെങ്കിൽ അവർ കേൾക്കുന്നവരായിരിക്കണ്ടേ? കേൾക്കാത്തവരെങ്ങനെയാണ് ഉത്തരം ചെയ്യുക? അള്ളാൻ്റെ ചോദ്യം. ഇതൊക്കെ ഖുർആൻ്റെ അകത്തുള്ളതാണ്. പക്ഷേ നമ്മൾ പണ്ഡിതന്മാർക്ക് ഇതറിയില്ലല്ലോ. ഈ മരിച്ചുപോയ അമ്പിയ ഔലിയാക്കന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന പണ്ഡിതന്മാർക്ക് അള്ളാഹു ഖുർആനിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഈ മുസ്ലിയാക്കന്മാർക്ക്, ഈ പണ്ഡിതന്മാർക്ക് അവർ മരിക്കുന്നതിലിടക്ക് മനസ്സിലാക്കാൻ കഴിയുമോ? കഴിയെങ്കിൽ അവർ പണിയെടുക്കുക. എന്നിട്ട് അള്ളാഹ് പറയുന്നു, ഇന്നല്ലാഹ ലാ യസ്മഉ ഇന്നക ലാ തുസ്മിഉൽ മൗത്ത. നിനക്ക് മരിച്ചവരെ കേൾപ്പിക്കാൻ കഴിയില്ല. മുഹമ്മദ് നബിയെ നിനക്ക് മരിച്ചവരെ കേൾപ്പിക്കാൻ കഴിയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരിച്ചവരെ കേൾപ്പിക്കാൻ കഴിയില്ലെങ്കിൽ ലോകത്തൊരുത്തനും കഴിയില്ല. പിന്നെന്താ പറഞ്ഞേ? വീണ്ടും അള്ളാഹ് പറയുകയാണ്, ഇന്നല്ലാഹ യസ്മഉ ഒമാ അന്തബി മുസ്ലിം മംഫിൽ ഖുബൂർ. മുഹമ്മദ് നബി നിനക്ക് കബറിലുള്ളവരെ കേൾപ്പിക്കാൻ കഴിയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കബറിൽ കിടക്കുന്ന ഒരുത്തനെയും കേൾപ്പിക്കാൻ കഴിയില്ല. അള്ളാഹ് പറയുക. അള്ളാഹ് പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയാത്തവനെങ്ങനെയാണ് മുസ്ലിം എന്ന് പറഞ്ഞ് നടക്കുക? അള്ളാഹ് പറയുന്നത് വിശ്വസിക്കുക. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞതാണ്. ഇത് ഖുർആനിലുള്ളതാണ്. ഖുർആൻ്റെ ആയത്താണ് ഞാൻ ഈ ഒന്ന്, വേറൊന്നുമല്ല. നിനക്ക് മരിച്ചവരെ കേൾപ്പിക്കാൻ കഴിയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖിയാമത്ത് നാളെ കേൾപ്പിക്കാൻ ഒരുത്തനും കഴിയില്ല. ഖബറിൽ കിടക്കുന്ന ഒമാ അന്തബി മുസ്ലിം അംഫിൽ ഖുബൂർ, ഖബറിൽ കിടക്കുന്നവരെ കേൾപ്പിക്കാൻ മുഹമ്മദ് നബിയെ നിനക്ക് കഴിയില്ല. മുഹമ്മദ് നബിക്ക് കഴിയാത്ത കാര്യം നമുക്ക് കഴിയും എന്ന് നമ്മളെങ്ങനെയാണ് വിശ്വസിക്കുന്നത്? എങ്ങനെ വിശ്വസിച്ചോ മുസ്ലിമാണ്? ഖബറിൽ കിടക്കുന്നവരെ മുഹമ്മദ് നബിയെ നിനക്ക് കേൾപ്പിക്കാൻ കഴിയില്ല. ഇത് ഖുർആൻ്റെ തെളിവ് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ തെളിവും കൂടിയാണ്. എന്താ അത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മയ്യത്ത് 3 ദിവസം വെച്ചു. അങ്ങനെ ഇന്നക ലാ തുസ്മിഉൽ മൗത, നിനക്ക് മയ്യത്തിനെ കേൾപ്പിക്കാൻ കഴിയില്ല എന്ന പ്രഖ്യാപനം ഖുർആനുള്ള ഈ അവസരം 3 ദിവസം റസൂലിൻ്റെ മയ്യത്ത് കബറെടുക്കാതെ വെച്ചു. എന്തേ കാരണം? അടുത്ത ഖലീഫ ആരായിരിക്കണമെന്ന് തിരഞ്ഞെടുക്കാൻ കഴിയാത്തതുകൊണ്ട്. ഒരാളും ലക്ഷക്കണക്കിന് ആൾക്കാർ മയ്യത്തിന് ചുറ്റുമുണ്ടായിരുന്നു. 3 ദിവസമല്ലേ മയ്യത്ത് വെച്ച്. അന്ന് മുസ്ലിയാക്കന്മാർ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഭാഗ്യം. അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച വഫാത്തായി 3 ദിവസം കിടന്നില്ല. ആ സമയത്ത് ഒരൊറ്റ മുസ്ലിയാർ ഉണ്ടായിരുന്നില്ല. അവിടെയുള്ളതൊക്കെ മുസ്ലിങ്ങളായിരുന്നു. അതുകൊണ്ട് ഒരാളും അള്ളാഹിൻ്റെ റസൂലെ ഒന്ന് പറഞ്ഞതാ, ആരായിരിക്കണം അടുത്ത ഖലീഫയാണ്ടത്, ഞങ്ങൾക്ക് അതൊന്ന് പറഞ്ഞു തന്നാൽ അള്ളാഹിൻ്റെ റസൂലെ നിങ്ങളെ മയ്യത്ത് ഞങ്ങൾക്ക് കബറടക്കാമായിരുന്നു എന്ന് ഒരൊറ്റ ആളും പറഞ്ഞില്ല.
ലക്ഷക്കണക്കിന് സഹാബിമാരുണ്ടായിരുന്നു. എന്തേ പറയാണ്ടിരുന്നത്? അവർക്കറിയാം മരണപ്പെട്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയാലും കേൾപ്പിക്കാൻ കഴിയില്ല, റസൂലിനെ കേൾപ്പിക്കാൻ കഴിയില്ല. മുമ്പിലുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 ദിവസം അള്ളാഹു വെച്ച് കൊടുത്ത്. ഇതെന്തിന്? ജനങ്ങൾക്ക് മനസ്സിലാകാൻ, പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിയാക്കന്മാർക്ക് പഠിക്കാൻ വേണ്ടി, എന്നിട്ട് മുസ്ലിമാകാൻ വേണ്ടി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് 3 ദിവസം വെച്ച് കൊടുത്ത അള്ളാഹു കബറടക്കാതെ. ഒരാളും ചോദിച്ചില്ല അള്ളാഹിൻ്റെ റസൂലെ ആരാണ് അടുത്ത ഖലീഫയുണ്ടെന്ന്. മുമ്പിൽ മയ്യത്തുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഖബറിൽ കിടക്കുന്ന റസൂലിനെ വിളിച്ച് പ്രാർത്ഥിച്ച്, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, റസൂൽ മഴ തന്നു, റസൂലോട് പാപമോചനം തേടി, അത് റസൂൽ കേട്ടു, പാവം പുറത്തു കൊടുത്തു എന്നൊക്കെ പ്രസംഗിക്കുന്ന പണ്ഡിത പുരോഹിത വർഗമുണ്ടല്ലോ, അവർക്ക് ഈ ഖുർആൻ കൊണ്ട് എന്ത് പ്രയോജനം കിട്ടി? ഈ ഖുർആൻ കൊണ്ട് ആ പണ്ഡിതന്മാർക്ക് എന്ത് പ്രയോജനമാണ് കിട്ടിയേ? എന്നിട്ട് അള്ളാഹ് പറയുന്നു, വലാ തത്തബിയു മിൻ ദൂനിഹി ഔലിയാ, നിങ്ങൾ അള്ളാഹ്ക്ക് പുറമെ ഔലിയാക്കന്മാരെ സ്വീകരിക്കരുത്. ഖലീലമ്മാ തദക്കുറും, വളരെ ചുരുങ്ങിയ ആൾക്കാരല്ലേ നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഈ മരിച്ചുപോയ ഔലിയാക്കന്മാരോട് സഹായം തേടുന്ന, അവരോട് പ്രാർത്ഥിക്കുന്ന, അവർക്ക് നേർച്ചകളും വഴിപാടുകളും അർപ്പിച്ച് കാര്യങ്ങൾ നേടുന്നവരാണല്ലോ, അല്ലേ? വളരെ ഖലീലം കുറഞ്ഞ ആൾക്കാരാണ് ഇത് ചിന്തിക്കുന്നുള്ളൂ, മനസ്സിലാക്കുന്നുള്ളൂ. എന്നിട്ട് അള്ളാഹ് പറയുക, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എന്താ പറയുന്നത്? അള്ളാഹു പറയുന്നു, വത്തഹദു മിൻ ദൂനിഹി ആലിയത്തൻ, അവർ അള്ളാഹ്ക്ക് പുറമെ ഇലാഹുകളെ, ദൈവങ്ങളെ സ്വീകരിച്ചിരിക്കുകയാണ്, നേർച്ചക്കാരെ സ്വീകരിച്ചിരിക്കുകയാണ്. ആലിയത്തൻ ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ, ഇവർ സ്വീകരിച്ചിരുന്ന നേർച്ചക്കാർ, ഔലിയാക്കന്മാർ, ദേവീദേവന്മാർ, അവരുടെ അവസ്ഥ ഓരോ പറയുക എന്താണ്? അവർ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. വഹും യുഖ്ലഖൂൻ, അവരെ തന്നെ അള്ളാഹു സൃഷ്ടിച്ചതാണ്. അവർ ഈ ഭൂമിയിൽ ഇവർ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന അമ്പിയ ഔലിയാക്കന്മാർ, അതുപോലെ ദേവീദേവന്മാർ, അല്ലേ, ഇവർ ഒരു സംഗതിയും സൃഷ്ടിച്ചിട്ടില്ല, അവരെ തന്നെ അള്ളാഹു സൃഷ്ടിച്ചതാണ്. വഹും യുഖ്ലഖൂൻ വലാ യംലികൂന ലി അൻഫുസിഹിം ലറൻ വലാ നഫൻ, ഈ ദേവീദേവന്മാർക്ക്, ഈ അമ്പിയ ഔലിയാക്കന്മാർക്ക് അവർ അള്ളാഹു സൃഷ്ടിച്ചതാണ്. അവർ ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല, അവർക്ക് ഒരു കഴിവുമില്ല. അള്ളാഹു പറയാണ്, ഒരു കഴിവും അവർക്കില്ല. ഈ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നവർക്ക് ലി അൻഫുസിഹിം ലറൻ വലാ നഫൻ, സ്വയം ഒരു ഉപകാരം ചെയ്യാനോ ഒരു ഉപദ്രവം ചെയ്യാനോ അവർക്ക് കഴിയില്ല. വല യംലിക്കൂന, അത് മാത്രമല്ല വല യംലിക്കൂന മൗത്തൻ വല ഹയാത്തൻ വല തുശൂറ, അവർക്ക് ജനിപ്പിക്കാനോ മരിപ്പിക്കാനോ അല്ലെ പുനർജീവിപ്പിക്കാനോ ഇതിനൊന്നും ഇവർക്ക് കഴിയില്ല. എന്തെങ്കിലും ഒന്ന് കഴിയണ്ടേ ഇവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്ക്? മുഹമ്മദ് നബിക്ക്, മൊയ്തീസ്യങ്ങൾക്ക്, മനുമ്പത്ത ബീവിക്ക്, കുപ്പസ്വാമിക്ക്, അജ്മീർ, നാഗൂർ, ഏർവാടി, അതുപോലെ ബദരീങ്ങൾ പോലുള്ള ആൾക്കാർക്ക് അവർക്ക് ഒരു ഉപകാരം ചെയ്യാൻ അവർക്ക് കഴിയണ്ടേ? ഉപദ്രവം ചെയ്യാനും കഴിയില്ല, ഒന്നിനും അവർക്ക് കഴിയില്ല. ജീവിപ്പിക്കാനും കഴിയില്ല, മരിപ്പിക്കാനും കഴിയില്ല, പുനർജീവിപ്പിക്കാനും അവർക്ക് കഴിയില്ല. അള്ളാഹ് ഖുർആനിൽ പറയാണ്, പണ്ഡിതന്മാരെ നിങ്ങൾ വിശ്വസിച്ച നിങ്ങൾക്ക് മുസ്ലിങ്ങളായിക്കൂടെ? വത്തഹദു മിൻ ദൂനില്ലാഹി ആലിയത്തൻ ലഅല്ലഹും യൻസുറൂൻ, അള്ളാഹ്ക്ക് പുറമെ ദൈവങ്ങളെ, ഇലാഹുകളെ, നേർച്ചക്കാരെ സ്വീകരിച്ചിരിക്കുകയാണ്. എന്തിന്? ലഅല്ലഹും യൻസുറൂൻ, അവരെ സഹായിക്കാൻ വേണ്ടി. മൊയ്തീസ്യങ്ങളെ, മൻബത്ത ബീബി, അല്ലേ, ബദരീങ്ങൾ, മുഹമ്മദ് നബി, അജ്മീർ, നാഗൂർ പോലുള്ളവരെയൊക്കെ സ്വീകരിച്ചത് എന്തിനാണ്? സ്വീകരിച്ച്? ലഅല്ലഹും യൻസുറൂൻ, അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അള്ളാഹ് എന്താ പറഞ്ഞെന്നാ? ലാ യസ്തതിഊന നസ്റഹും, അവർക്ക് ഇവരെ സഹായിക്കാൻ കഴിയില്ല. വഹും ലഹും ജുൻദും മുഹ്ദറൂൻ, പക്ഷേ ഇവർ എന്തു ചെയ്യുന്നു? അവരെ സഹായിക്കുന്നു. മരിച്ച അമ്പിയ ഔലിയാക്കന്മാർക്ക് ഇവരെ സഹായിക്കാൻ കഴിയില്ല.
പക്ഷേ ഇവർ എന്ത് ചെയ്യുന്നു? മരിച്ച അമ്പിയാവുലിയാക്കന്മാരെ സഹായിക്കുന്നു. ഖുർആൻ പറഞ്ഞു നോക്ക്, വഹും ലഹും, ഇവർ അവർക്ക്, ആർക്ക്? അമ്പിയാവുലിയാക്കന്മാർക്ക്, ജുന്ദും മുഹ്ദറൂൻ, അവർക്ക് വേണ്ടി സഹായിക്കാൻ വേണ്ടി ഒരുങ്ങിയിട്ടുള്ള പട്ടാളക്കാർ. ജുന്ദും, റെഡിയായി നിൽക്കുന്ന പട്ടാളക്കാരാണിവർ. അല്ലാതെ അമ്പിയാവുലിയാക്കന്മാർ ഇവരെ സഹായിക്കാൻ അവർക്ക് ഒരിക്കലും സാധ്യമല്ല. പക്ഷേ ഈ ജീവിച്ചിരിക്കുന്ന അമ്പിയാവുലിയാക്കന്മാരുടെ സഹായം പ്രതീക്ഷിക്കുന്ന ഇവരുണ്ടല്ലോ, ഇവരെന്താ ചെയ്യുന്നത്? അവരെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? എന്താ കാരണം? ഇവരില്ലെങ്കിൽ അവരില്ല. ഇവരെ സഹായം മരിച്ചവർക്ക്, അമ്പിയാവുലിയാക്കന്മാർക്ക്, ദേവീദേവന്മാർക്ക് കിട്ടുന്നില്ലെങ്കിൽ അവരുണ്ടാവില്ല. ഒമാലക്കും മിൻ ദൂനില്ലായി മിൻ വലിയും വലായസ് നസീർ, നിങ്ങൾക്ക് അള്ളാഹ്ക്ക് പുറമെ ഒരു വലിയോ ഒരു ഔലിയോ ഒരു സഹായിയോ ആരുമില്ല. എന്നിട്ട് അള്ളാഹ് പറയുക, മസലുല്ലദീന അത്തഹദു മിൻ ദൂനില്ലായി ഔലിയാഹ, അള്ളാഹ്ക്ക് പുറമെ ഔലിയാക്കന്മാരെ സ്വീകരിച്ചവരെ പറ്റി മസലിൽ ഒരു ഉദാഹരണം പറഞ്ഞു തരിക. അള്ളാഹ്ക്ക് പുറമെ സഹായിക്കാൻ വേണ്ടി നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കുന്ന, കൊടുങ്കാറ്റടിക്കും മൊയ്തീശങ്ങളെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്നൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ പറ്റി അള്ളാഹു ഒരു ഉദാഹരണം പറയുക. എന്താ പറയുന്നത്? കമസലിൽ അങ്കബൂത്ത്, അവർ ഒരു എട്ടുകാലിയുടെ വല പോലെയാണ്. എട്ടുകാലിയുടെ വീടുണ്ടല്ലോ, അതുപോലെയാണ്. തഹദത്ത് ബൈത്തൻ വ ഇന്ന ഔഹനൽ ബയൂത്തില ബൈത്തൽ അങ്കബൂത്ത് ലൗഖാനോ യഅലമൂൻ, നിങ്ങൾക്കറിയാമെങ്കിൽ ലോകത്ത് ഇത്ര ദുർബലമായ ഒരു വീടും ഒരു ജീവിക്കില്ല. തൊട്ടാൽ കീറിപ്പോവും, ഒരു കാറ്റടിച്ചാൽ പോവും. അങ്ങനത്തെ വീടാണ് എട്ടുകാലിയുടേത്. അത്രക്കും ഉറപ്പില്ലാത്ത, കഴിവില്ലാത്ത ആൾക്കാരെയാണ് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. എത്ര നല്ല ഉദാഹരണം! അമ്പിയാവുലിയാക്കന്മാരെ പറ്റി അള്ളാഹ് പറഞ്ഞത് എത്ര നല്ല ഉദാഹരണം! എന്നിട്ട് അള്ളാഹ് പറയുകയാണ്, യാ അയ്യു അന്നാസ്, ഈ മനുഷ്യരെ, ളുരിബ മസലും, നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു തരട്ടെ. ഇപ്പോൾ അള്ളാഹു പറഞ്ഞു, തൊട്ട മേലുള്ള ആയത്ത് നിങ്ങൾ കേട്ടല്ലോ, അമ്പിയാവുലിയാക്കന്മാർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ലെങ്കിലും നിങ്ങൾ അവരെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ശ്രദ്ധിച്ച, അമ്പിയാവുലിയാക്കന്മാർക്ക് ജീവിച്ചിരിക്കുന്നവരെ നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. ഒരാൾക്കും കഴിയില്ല. ദേവീദേവന്മാർക്ക് ആർക്കും കഴിയില്ല. പക്ഷെ അവരെ നിങ്ങൾ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് യാ അയ്യു അന്നാസ്, മനുഷ്യരെ, ദേവീദേവന്മാരെ സ്വീകരിച്ച, അമ്പിയാവുലിയാക്കന്മാരെ സ്വീകരിച്ച, മക്കാമുശ്രിക്കുണ്ടല്ലോ, ലാത്ത ഉസ്സമനാത്ത പോലുള്ള അമ്പിയാവുലിയാക്കന്മാരെ സ്വീകരിച്ച അവരോട്, ഈ മനുഷ്യരെ, മുസ്ലിങ്ങളെന്നല്ല, മക്കാമുശ്രിക്കുകളെന്നല്ല, ഈ മനുഷ്യരെ, യാ അയ്യു അന്നാസ്, ളുരിബ മസലും, നിങ്ങൾ ഈ ഉദാഹരണം, നിങ്ങൾക്ക് ഇതാ ഒരു ഉദാഹരണം പറഞ്ഞുതരാം, ഒരു എക്സാമ്പിൾ അള്ളാഹ് പറയുകയാണ് ഖുർആൻ്റെ അകത്ത്. എന്താണ്? ഫസ്തമിഉ ലഹു, ഇതിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഖുർആൻ്റെ അകത്തുള്ള എല്ലാ ആയത്തുകളും ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. പക്ഷേ ഈ ആയത്ത് പറയുമ്പോൾ ഇതിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് പ്രത്യേകം പറയാൻ കാരണം എന്താണ്? ഇതിൻ്റെ അങ്ങനത്തെ ഒരു വിഷയം ഇത് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യണം? മനുഷ്യരെ നിങ്ങളെന്ത് ചെയ്യണം? ഫസ്തമിഉ ലഹു, ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ കേൾക്കേണ്ടത്? ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മുഹമ്മദ് നബി, മൊയ്തീസ്യങ്ങൾ, മുനമ്പത്തെ ബീബി, ബദരീങ്ങൾ, കുപ്പസ്വാമി, മമ്പുറം, അജ്മീർ, നാഗൂർ, അതുപോലെ ഗുരുവായൂരപ്പൻ, കൊടുങ്ങല്ലൂരമ്മ, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, അതുപോലെ യേശുക്രിസ്തു, കന്യാമറിയം, ഇവരൊക്കെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ലേ? അവരുടെ അവസ്ഥ ഖുർആൻ പറയാണ്, ലം മിന്ദൂനിൽ ലം യഹ്ലഖു സുബാബൻ, ഇവർക്കൊരു ഈച്ചയെ സൃഷ്ടിക്കാൻ കഴിയില്ല. ഇവർക്ക് ആർക്കെങ്കിലും, ശ്രീരാമനും ശ്രീകൃഷ്ണനും ഗുരുവായൂരപ്പനും കൊടുങ്ങല്ലൂരമ്മയും യേശുക്രിസ്തുവും കന്യാമറിയൊക്കെ പോട്ടെ, ഓലൊക്കെ നമുക്ക് വിടാം. മുഹമ്മദ് നബി, ബദരീങ്ങൾ, മൊയ്തീസ്യങ്ങൾ, മുനമ്പത്തെ ബീബി, കുപ്പസ്വാമി, അജ്മീർ, നാഗൂർ, അല്ലേ,
എത്ര ഇപ്പം പ്രപഞ്ചം ഭരിക്കുന്നത് നിയന്ത്രിക്കുന്നത് മറ്റേ കവറിലുള്ള CM മടവൂരാന്ന് പറഞ്ഞില്ലേ, വലിയമാർ പ്രസംഗിക്കുന്ന കേൾക്കുന്നില്ലേ? ഇവരെ സംബന്ധിച്ച് പറഞ്ഞ് ഇവർക്കാർക്കും ഒരു ഈച്ചയെ സൃഷ്ടിക്കാൻ കഴിയില്ല. വല വിജിത്തമഹൂലഹു, ഇവരെല്ലാവരും ഒന്നിച്ചു കൂടി, ബദരീങ്ങളും ആദം നബി അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള അമ്പിയാക്കളും അതുപോലെ അന്ന് മുതൽ ഇങ്ങോട്ടുള്ള ഔലിയാക്കന്മാരും ഇനി ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകാൻ പോകുന്ന ഔലിയാക്കന്മാരും ഇവരെല്ലാവരും ഒരുമിച്ച് കൂടിയാൽ ഒരു ഈച്ചയെ സൃഷ്ടിക്കാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ്. വലിയമാർ ഇതൊന്നും നിങ്ങൾ കേൾക്കാറില്ലേ? ഈ ആയത്ത് നിങ്ങൾ ഓതാറില്ലേ? ഇത് മരിച്ചവർക്ക് ഓതിയിട്ട് പൈസയും വാങ്ങി പോക്കറ്റിലിട്ട് നടന്നാൽ മതിയോ? ഇത് പഠിക്കണ്ടേ? അള്ളാഹു എന്തായി പറഞ്ഞത്? ഇവരെല്ലാവരും ലോകത്ത് ആദം നബി മുതൽ ഇങ്ങോട്ടുള്ള സകല അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും വിചാരിച്ചാൽ ഒരു ഈച്ചയെ സൃഷ്ടിക്കാൻ കഴിയില്ല. ഇവർ വല വിജിത്തമൗലഹു, ഇവരെല്ലാവരും ഒരുമിച്ച് കൂടി എല്ലാവരും വിചാരിച്ച് നമ്മളെല്ലാം കൂടി ഒരു ഈച്ചനെ ഉണ്ടാക്കുവാൻ സൃഷ്ടിക്കുവാൻ കഴിയുമോ? അള്ള പറഞ്ഞ് കഴിയില്ല. വല വിജിത്തമൗലഹു വയിൻ അടുത്ത കേട്ടോളി. വയിൻ യസ്ലുബുഹുമുസുബാബു ഷൈഹൻ, ഒരീച്ച പറന്നു വന്നിട്ട് ഇവർക്ക് നേർച്ചയാക്കുമല്ലേ പല സംഗതിയും. മൊയ്തീശങ്ങൾക്ക് 1 കിലോ പഞ്ചാര നേർച്ചയാക്കിയിട്ടുണ്ടാവില്ല. ഗുരുവായൂരപ്പനൊക്കെ തുലാഭാരം നടത്താൻ മൊയ്തീശങ്ങൾക്ക് നേർച്ചയാക്കിയ, അല്ലെ മുഹമ്മദ് നബിക്ക് നേർച്ചയാക്കിയ, അല്ലെ ബദരീങ്ങൾക്ക് നേർച്ചയാക്കിയ 1 കിലോ പഞ്ചാരയിൽ നിന്ന് ഒറ്റൊരു തരി എടുത്ത് ഈച്ച പറന്നുപോയി. ലാ യസ്തങ്കിദൂഹു മിൻഹു, ആ ഈച്ചേൻ്റെ അകത്തുനിന്ന് ഈച്ചയിൽ നിന്ന് ആ പഞ്ചാര മണി തിരിച്ചു വാങ്ങാൻ വല വിജിത്തമനു വയിൻ യസ്ലുബുഹുമു സുബാബു ഷൈഅൻ ലാ യസ്തങ്കിദൂഹു മിൻഹു, ആ ഈച്ചേൻ്റെ അടുത്തുനിന്ന് പഞ്ചാര തിരിച്ചു വാങ്ങാൻ ഇവർക്ക് എല്ലാവരും ഒരുമിച്ച് കൂടിയാൽ സാധ്യമല്ല. ലഗ്ഫത്ത് വാലിബ് വൽ മത്ലൂബ്, ഈ വിളിച്ച് നേർച്ചയാക്കുന്നവനും വിളിച്ച് പ്രാർത്ഥിക്കുന്നവനും ആ പ്രാർത്ഥിക്കപ്പെടുന്നവരും എല്ലാവരും തുല്യരാണ്. ഈച്ചയെ പറന്നു പോയില്ല, ഈച്ചൻ്റെ തിരിച്ചു വാങ്ങാൻ ഇവർക്ക് ആർക്കും കഴിയില്ല. ഈ നേർച്ചയൊക്കെയാൻ കഴിയില്ല, നേർച്ചക്കാർക്കും കഴിയില്ല. നമ്മുടെ നാട്ടിലെ കള്ളന്മാർക്ക്, മൊയ്ലിയന്മാർക്ക്, ഉസ്താദുമാർക്ക് ഈ ആയത്ത് അറിയില്ലെങ്കിലും നമ്മുടെ നാട്ടിലെ കള്ളന്മാർക്ക് ഈ ആയത്തറിയാം. ഓരോരുന്നാ പഠിച്ചതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഓലിക്ക് ഈ ആയത്തറിയാം. അതുകൊണ്ടാണല്ലോ ഓല് ധൈര്യമായി വന്നിട്ട് അമ്പലത്തിൽ വന്നിട്ട് ആ നേർച്ച ഇതുണ്ടല്ലോ, ജാറത്തിൽ പോയിട്ട് ജാറത്തിലെ നേർച്ചപ്പെട്ടി അമ്പലത്തിലെ ആ നേർച്ച ഇതുണ്ടല്ലോ, അത് എന്തിനേറെ വിഗ്രഹങ്ങൾ വരെ ഇവരായിരിക്കാണോ നേർച്ചയാക്കുന്ന ആ നേർച്ചയാക്കപ്പെടുന്ന വിഗ്രഹങ്ങൾ വരെ കള്ളന്മാർ കൊണ്ടുപോവാണ്. മൊയ്തീശങ്ങൾ, അതുപോലെ ഉള്ളാൾതങ്ങൾ, മമ്പ്രന്തങ്ങൾ, ഇവരെയൊക്കെ നേർച്ചപ്പെട്ടി. അല്ല എന്താ പറഞ്ഞ് നേരത്തെ എന്തേലും പറഞ്ഞ്, ഇവർ അവരുടെ പട്ടാൾക്കാരാണ്. ഇവർ അവരുടെ നേർച്ചപ്പെട്ടി മൊയ്തീശങ്ങളെ, ഉള്ളാൾതങ്ങളിലെ, അതുപോലുള്ള അജ്മീർ നാഗൂറിലൊക്കെ ഉള്ള നേർച്ചപ്പെട്ടിക്ക് ഇവർ കാവൽ നിന്നിട്ടില്ലെങ്കിൽ എന്തുണ്ടാവും? കള്ളന്മാർ കൊണ്ടുപോകും. കള്ളന്മാർക്കറിയാം ഒരു ഈച്ചേൻ്റെ അടുത്ത് നിന്ന് പഞ്ചാര മണി വാങ്ങാൻ ഇവർക്ക് കഴിയില്ല. എല്ലാവരും ഒരുമിച്ചാലും പിന്നെ കള്ളന്മാർക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാലോ. എത്ര അമ്പലത്തിലെ ഭണ്ഡാരങ്ങൾ അല്ലേ, ജാറത്തിലെ നേർച്ചപ്പെട്ടികൾ ഒക്കെ കള്ളന്മാർ കൊണ്ടുപോയി. ഒരാളും മമ്പറത്ത് നേർച്ചപ്പെട്ടിയും കൊണ്ട് കള്ളം പോയപ്പോൾ ആ മമ്പറത്ത് നേർച്ചയാക്കുന്ന ആ കമ്മിറ്റിക്കാർ, അതിൻ്റെ ആൾക്കാർ ഒരാളും മമ്പറന്തങ്ങളെ എടുത്ത് പോയിട്ട് മമ്പറന്തങ്ങളെ നിങ്ങൾ നേർച്ചപ്പെട്ടി കൊണ്ടുപോയി ഇന്ന് ഞാൻ ഒന്നിങ്ങ് പറഞ്ഞാൽ എന്നാൽ ഞങ്ങൾ പോയി പിടിച്ചോളാം. ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. മറിച്ച് എന്താ, ഇത് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നായനെയും കൂട്ടിയാണ് വരുന്നത്. അള്ള പറഞ്ഞെന്താണ്, ഒരു പഞ്ചാര മണി കൊണ്ടുപോയാൽ ലോകത്തുള്ള സകല ദേവീദേവന്മാരും അമ്പിയാവലിയക്കന്മാരും വിചാരിച്ചാൽ അത് തിരിച്ചു വാങ്ങാൻ കഴിയില്ല. കയ്യെങ്കിൽ നേർച്ചപ്പെട്ടിൻ്റെ അടുത്ത് ഈ കള്ളന്മാർക്ക് ഒറ്റ പ്രാവശ്യം ഏതെങ്കിലും ഒരു അമ്പലത്തിലെ വിഗ്രഹം പറഞ്ഞാൽ മതി, എൻ്റെ ഭണ്ഡാരം ഇഞ്ഞോനാ കൊണ്ടുവരുന്നു. ഏതെങ്കിലും ഒരു നേർച്ച ജാറത്തിലുള്ള മക്കാമറിലുള്ള
ഒരൗലിയ പറഞ്ഞാൽ മതി എൻ്റെ നേർച്ചപ്പെട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നു, പിന്നെ ജീവിതത്തിൽ കള്ളം മാറാൻ ബൈക്ക് വരില്ല. ഓലിക്കറിയ ഈ ആയത്ത് യാ യു അന്നാസ് ലൊരുവ മസലും. ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു തരട്ടെ. ഓലെ കൊണ്ടുപോയാൽ ഒരു പഞ്ചാര മണി കൊണ്ടുപോയാൽ തിരിച്ചു വാങ്ങാൻ കഴിയില്ല. അങ്ങനത്തെ വലിയ നേർച്ചപ്പെട്ടിയും കൊണ്ട് കള്ളം പോയിട്ട് തിരിച്ചു വാങ്ങാൻ. ഉസ്താദ്മാരെ, പണ്ഡിതന്മാരെ, നിങ്ങളിതൊന്നും കേൾക്കാറില്ല. ഇതൊക്കെ ഒന്ന് അർത്ഥം വായിക്കും ഉസ്താദ്മാരെ. വെറും ഖുർആൻ എടുത്ത് മരിച്ചു വലിക്ക് ഓതാനുള്ളതല്ല. ലീ ഒൻസിറ മൻകാന ഹയ്യെന്ന, ജീവിച്ചിരിക്കുന്നവർക്ക് ഓതി കൊടുക്കാനാണ്. നിങ്ങൾ കണ്ടില്ല എവിടെയെങ്കിലും മരിച്ചെന്ന് പറയുമ്പോഴേക്ക് മൗലവിമാർ ഖുർആനുമായിട്ട് അവിടെ ഓടിയെത്തും. ലീ ഒൻസിറ മൻകാന ഹയ്യൻ, ആരാണോ ജീവിച്ചിരിക്കുന്ന അവർക്കാണ് ഓതി കൊടുക്കേണ്ടത്. ഇന്ന് വരെ, ഈ നിമിഷം വരെ നിങ്ങൾ കണ്ടിക്ക ഏതെങ്കിലും മൗലവിമാർ 3-4 മൗലവിമാർ ഖുർആനായിട്ട് പോകുമ്പോൾ അതവിടെ അങ്ങ് മരിച്ച വീട്ടിലേക്കാണ്. 3-4 മൗലവിമാർ ഖുർആനായിട്ട് വരുമ്പോൾ അതുമ്മളിയത്താണ് വരുന്നത്. കാരണം എന്താ, അത് ജീവിച്ചിരിക്കുന്നവർക്ക് ഓതി കൊടുക്കാനാണ് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് മൗലവിമാർ വരുന്നുണ്ട് എന്ന് ഇക്കാലം വരെ, ഈ നിമിഷം വരെ ഒരൊറ്റ മുസ്ലിയാരും ജീവിച്ചിരിക്കുന്നവർക്ക് ഓതി കൊടുക്കാൻ പോയിട്ടില്ല. മരിച്ചവനിക്കാണ് ഓതി കൊടുക്കാൻ പോയത്. മരിച്ചവൻ്റെ അടുത്ത് കുത്തെറിഞ്ഞിട്ടിതാ, ഇനി വ്യഭിചരിക്കരുത്, ഇനി മദ്യം കഴിക്കരുത്, ലഹരി ഉപയോഗിക്കരുത്, പലിശ മേടിക്കരുത്. ഇതൊക്കെ ആരോടാണ് പറയുന്നത്? മരിച്ചവൻ്റെ തലക്കുത്ത് കുത്തിരിഞ്ഞിട്ട് അവനോടാണ് പറയുന്നത്. അല്ല ഉസ്താദ്മാരെ, നിങ്ങളിത് ജീവിച്ചിരിക്കുന്നവരാണ് ഓരോടാണ് ഇത് പറഞ്ഞു കൊടുത്തെങ്കിൽ ഇന്ന് പത്രത്തിൽ വരുന്ന വാർത്തകൾ ലഹരി പിടിച്ചത് അല്ലേ, മയക്കുമരുന്ന് പിടിക്കുന്നത് ആരെയാണ്? പേര് ഏത് പേരാണ് വരുന്നത്? വേറെ ആരുടെയും മുസ്ലിങ്ങളുടെ പേരാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. നിങ്ങളിത് ഓലിക്ക് ഓതിക്കൊടുത്താലെങ്കിൽ മുസ്ലിങ്ങളുടെ പേരിങ്ങനെ വരുമെന്ന്. നിങ്ങൾ ഓലി മരിക്കാൻ കാത്തുന്നല്ലേ, നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത്, കള്ളു വിൽക്കരുത് എന്നൊക്കെ മരിച്ചു ഓലിക്ക് ഓതിക്കൊടുത്ത് കൊണ്ട് എന്ത് കാര്യമാണ്? അത് ജീവിച്ചിരിക്കുമ്പോൾ അവരോട് പറഞ്ഞിട്ട് പത്രത്തിൽ മുസ്ലിങ്ങളുടെ പേര് ഇത്രയും ലഹരി പിടിച്ച് അല്ലേ, മയക്ക് വരുന്ന ഇനിയും പിടിച്ച് ഒക്കെ മുസ്ലിങ്ങളുടെ പേര് വരുമായിരുന്നു. ഖുർആൻ ഓലിക്ക ഓതിക്കൊടുത്തെങ്കിൽ മരിച്ചവനിക്ക് ഓതിക്കൊടുത്തിട്ട് എന്ത് കാര്യമല്ല മറേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഖുർആൻ പറയാണ് അഫ ഹസിബല്ലദീന കഫറു, അവിശ്വാസികൾ വിചാരിക്കുകയാണ് അനി യത്തഹിദു ഇബാദി, എൻ്റെ അടിമകളെ സ്വീകരിക്കാൻ, മിന്ദൂനി എനിക്ക് പുറമെ, ഔലിയാക്കന്മാരെ എന്താ കാഫിരിങ്ങൾ വിചാരിക്കുകയാണ്, അവിശ്വാസികൾ വിചാരിക്കുകയാണ് എനിക്ക് പുറമെ എൻ്റെ അടിമകളെ ഔലിയാക്കന്മാരായി സ്വീകരിക്കാമെന്ന് ആര് വിചാരിക്കുന്നു? അവിശ്വാസികൾ വിചാരിക്കുകയാണ്. അമ്പിയാക്കന്മാരെ സ്വീകരിക്കുന്നവരാരാണ്? അള്ളാഹ്ക്ക് പുറമെ ഔലിയാക്കന്മാരെ സ്വീകരിക്കുന്നവർ ആരാന്നാ ഖുർആൻ പറഞ്ഞ്? കാഫിരിങ്ങളെന്നാണ് പറഞ്ഞത്. ആര്? കാഫിരിങ്ങൾ വിചാരിക്കുകയാണ് ഔലിയാക്കന്മാരെ ആയ എൻ്റെ അടിമകളെ എനിക്ക് പുറമെ ഔലിയാക്കന്മാരായി സ്വീകരിക്കാമെന്ന് ആര് വിചാരിക്കുന്നു? അസിബല്ലദീന കഫറു, കാഫിരിങ്ങൾ വിചാരിക്കുകയാണ്. അങ്ങനെ വിചാരിക്കുന്നവരാരാന്നാ പറഞ്ഞത്? കാഫിരിങ്ങൾ. ഇവിടെ നമ്മളെന്താ പറയുക? അത് ഏറ്റവും വലിയ താജുൽ അല്ലേ, താജുൽ ഉലമയാണ്, ശംസുൽ ഉലമയാണ്, ഖമറുൽ ഉലമയാണ്. അവരാണ് എന്ത് സ്വീകരിക്കുന്നത്? അള്ളാഹ്ക്ക് പുറമെ അള്ളാഹിൻ്റെ അടിമകളെ ഔലിയാക്കന്മാരായി സ്വീകരിക്കുന്നത് ആരാണ്? താജുൽ ഉലമ, ശംസുൽ ഉലമ, ഖമറുൽ ഉലമ. അള്ളാഹ് എന്താ പറഞ്ഞത്? ഇതൊക്കെ കാഫിരിങ്ങളാണ്. അങ്ങനെ സ്വീകരിക്കുന്നവർ കാഫിരിങ്ങളാകുന്നു. കാഫിരിങ്ങളാണ് എന്ത് സ്വീകരിക്കുക? അള്ളാഹ്ക്ക് പുറമെ അള്ളാഹിൻ്റെ അടിമകളെ ഔലിയാക്കന്മാരായി സ്വീകരിക്കുക എന്ന് ഖുർആൻ പറഞ്ഞതാ. എന്നിട്ട് ഖുർആൻ പറയാ ലാ യസ്തതീഊന നസ്റഹും വഹും ലഹും ജുന്ദും മുഹ്ദറൂൻ. ഇത് ഞാൻ നേരത്തെ ഓതി കേൾപ്പിച്ചതാണ്. ഇവർ മരിച്ചവർ ഇങ്ങോട്ടൊരു സഹായം ചെയ്യില്ല, ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് വേണ്ടിയാണ് സഹായം ചെയ്തിരുന്നത്, അവർക്ക് അതാണ് നടക്കുന്നത് എന്ന് ആര് പറഞ്ഞു? അള്ളാഹ് പറഞ്ഞു അല്ലേ. മരിച്ച ഔലിയാക്കന്മാർ ലോകത്ത് ആർക്കെങ്കിലും സഹായം ചെയ്തതായിട്ട് ഒരു തെളിവ് പ്രപഞ്ചത്തുനിന്ന് കൊണ്ടുവരാൻ കഴിയുമോ? അവരെ നമ്മൾ സഹായിക്കാറുണ്ട് അല്ലേ. മുഹമ്മദ് നബി ഏറ്റവും വലിയ ഔലിയാരാണ്? ഏറ്റവും വലിയ അമ്പിയാരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് മുഹമ്മദ് നബിയാണ് കുളിച്ചത് ഉടുത്തത് ഒക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മൊയ്തീശങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ മൊയ്തീശങ്ങളാണ് കുളിക്കുകയും ഉടുക്കുകയും വസ്ത്രം മാറ്റുകയും ഒക്കെ ചെയ്തത്. ഒരു മരിച്ചതിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കിടക്കുമ്പോൾ നാട്ടുകാർ വന്ന് കുളിപ്പിച്ചു, നാട്ടുകാർ വന്ന് ഉടുപ്പിച്ചു. എന്ത് കാരണം? മൊയ്തീശങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ മൊയ്തീശങ്ങൾ എന്നെ കുളിച്ചു, മൊയ്തീശങ്ങൾ എന്നെ ഉടുത്തു. മൊയ്തീശങ്ങൾ മരിച്ചപ്പോൾ നാട്ടുകാർ വന്ന് കുളിപ്പിച്ചു, നാട്ടുകാർ വന്ന് ഉടുപ്പിച്ചു. എന്തേ കാരണം? മരിച്ചതോടുകൂടി വല്ല കഴിവ് പോയി, ഒരു കഴിവുമില്ല. മരിച്ചതോടുകൂടി അവർക്ക് ഒരു കഴിവുമില്ല. എന്നിട്ട് അള്ളാഹ് പറയുക, അലൈസല്ലാഹു ബികാഫിൻ അബ്ദോ, അള്ളാൻ്റെ അടിമക്ക് അല്ല പോരെ? ഒരു ചോദ്യം, ശരിക്ക് ശ്രദ്ധിച്ചോ. അള്ളാൻ്റെ അടിമക്ക് അല്ല പോരെ? ഇത് പറയുമ്പോൾ എന്താണ്ടെന്ന മറുപടി, വയുഹ്ഫിഫൂന ബില്ലദീന മിൻ ദൂനിഹി, അള്ളാഹ്ക്ക് പുറമെയുള്ളവരെ പറഞ്ഞ് പേടിപ്പിക്കും. ഇങ്ങൾക്ക് അള്ളാൻ്റെ അടിമക്ക് അല്ല പോരെന്ന് ചോദിക്കുമ്പോൾ ഇവരെന്താ പറയുക? ഓ ഔലിയാക്കന്മാർ പിന്നെന്തിനാ? ഓലെ കറാമത്ത് കണ്ടില്ല, ഓലെ മറ്റേ നബിമാരെ മോജിസത്ത് കണ്ടില്ല എന്ന് പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കും. അള്ള പറയാണ്, അള്ള പോരെ നിങ്ങൾക്ക്? ഈ പ്രപഞ്ചവും പ്രപഞ്ചവും അതിലുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച, എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന, എല്ലാ കഴിവുള്ള ഈ അള്ളാഹു പോരെ നിങ്ങൾക്ക്? ഒന്നും സൃഷ്ടിക്കാത്ത, ഒരു കഴിവുമില്ലാത്ത, ഒന്നും കേൾക്കാത്ത, ഒന്നും അറിയാത്ത ഈ അമ്പിയാവുലിയാക്കന്മാരെ വേണോ? ഓല സ്വീകരിക്കണോ? ഈ അള്ള പോരെ എന്ന് ചോദിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? വയുഹ്ഫിഫൂന അല്ലാഹ ബില്ലദീന മിൻ ദൂനി, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ കാട്ടി അവരെ കറാമത്ത് പറഞ്ഞ് പേടിപ്പിക്കും. അള്ള പറയുക, ഇന്നമാ ദാലിക്കും ശൈത്താൻ, അത് ശൈത്താന്മാരുടെ പണിയാണ്. ഞാൻ ഈ ഓതുന്ന ഖുർആനാണ്, ഏതെങ്കിലും വീക്കിലെല്ലാം എടുത്ത് ഓതി പറഞ്ഞ് കേൾപ്പിക്കുമല്ല. അള്ള പറയുക, ഇന്നമാ ദാലിക്കും ശൈത്താൻ, അത് ശൈത്താന്മാരുടെ പണിയാണ്. അള്ള പോരെന്ന് ചോദിക്കുമ്പോൾ ഔലിയാക്കന്മാരെ കറാമത്ത് കാട്ടിയിട്ട് പേടിപ്പിക്കുക എന്നുള്ള ഏത് ജാതി പേടിപ്പിക്കലെന്നറിയില്ല. ഏത് ജാതി പേടിപ്പിക്കല? കുപ്പിയ ഒന്ന് മൊയ്തീശങ്ങളെ പറ്റി ഒന്നും പറയണ്ടേ, മൊയ്തീശങ്ങളെ പറ്റി ഒന്നും പറയണ്ട. എന്താണെന്നറിയാം? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽബകം എന്നോവർ, കൽബിലുള്ളത് ഓർ അറിയുന്ന. അതുകൊണ്ടൊന്നും പറയണ്ട, ഓർപ്പറ്റി അനങ്ങണ്ടേ, ഓർപ്പറ്റി ഒരക്ഷരം പറയണ്ട. കൽബിലുള്ള പോലെ ഓർക്കറിയാം എന്ന് പറഞ്ഞ് പേടിപ്പിക്കും. അള്ളാഹ് എന്താ പറഞ്ഞേ? ഫലാ തഹാഫൂഹും, നിങ്ങൾ അമ്പിയാവുലിയാക്കന്മാർ പേടിക്കരുത്. ഫലാ തഹാഫൂഹും, അതിനാൽ അത് ശൈത്താന്മാർ ചെയ്യുന്ന പണിയാണ്. അമ്പിയാവുലിയാക്കന്മാരുടെ മുജിസത്തും കറാമത്തും കാട്ടി പേടിപ്പിക്കുക എന്നുള്ള ഏർപ്പാട് അത് ശൈത്താന്മാരുടെ പണിയാണ്. അതുകൊണ്ട് ഫലാ തഹാഫുഹും, അവരെ നിങ്ങൾ ഭയപ്പെടരുത്. അമ്പിയാവുലിയാക്കന്മാർ നിങ്ങൾ ഭയപ്പെടരുത്. ഫലാ തഹാഫു വഹാഫൂനി, നിങ്ങൾ എന്നെയാണ് പേടിക്കേണ്ടി, എന്നെയാണ് ഭയപ്പെടേണ്ടി. ഇൻകുന്തും മോമിനിൻ, നിങ്ങൾ മോമിനിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യണം? എന്നെ ഭയപ്പെടേണ്ടി. നിങ്ങൾ മോമിനിങ്ങളല്ല എങ്കിൽ എന്ത് ചെയ്യണം? ഔലിയാക്കന്മാരെയും അമ്പിയാക്കന്മാരെയും ഭയപ്പെട്ടോ. എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാമെന്നൊക്കെ പറഞ്ഞ് പേടിച്ച് വിറച്ചോളി. പക്ഷേ നിങ്ങൾ മോമിനാണോ? എന്ത് പറഞ്ഞാൽ പേടിക്കണ്ട. ഈ പ്രപഞ്ചം മറ്റേ മടവൂരിൻ്റെ കയ്യില എന്ന് പറഞ്ഞാൽ പേടി പോകാൻ പറയുക. ഓലോട് പ്രപഞ്ചം നിയന്ത്രിക്കുന്ന CM മടവൂരാന്ന് പറയുന്നവനോട് പോകാൻ പറയുക. അള്ളാഹനല്ലാതെ വേറെ ഒരുത്തനെ പേടിക്കണ്ട. ഈ കുന്തും മോമിൻ, നിങ്ങൾ മോമിനിങ്ങളാണെങ്കിൽ, മോമിനല്ലേ ഓലൊക്കെ പേടിച്ചോ. ഏത് ഒരു മണ്ണിൻ്റെ കൂമ്പാരം വരത്തെ കണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ജാറുണ്ട്, അവലിയുണ്ട് എന്ന് പറഞ്ഞ് പേടിച്ചിട്ട് ബൈക്ക് കൊണ്ട അല്ലേ? സ്ഥിതിയതല്ലേ? ഒരു മങ്കൂട് മണ്ണിൻ്റെ ഒരു ലേശം എകരമുള്ള കണ്ടാൽ അതിൻ്റെ ഉള്ളിൽ ജാറുണ്ടാവും, അവലിയുണ്ടാവും എന്ന് പറഞ്ഞ് പേടിക്കുന്ന കാല. ഒരു അവലിയനെ ഒരു അമ്പിയാക്കളെയും പേടിക്കണ്ട.
നിങ്ങൾ എന്ത് ചെയ്യണം? വഹാഫൂനി, നിങ്ങൾ എന്നെ പേടിച്ചോ. കുന്തും മോമിനി, നിങ്ങൾ മോമിനിങ്ങളാണെങ്കിൽ. മോമിനി അല്ലേ, എല്ലാവരെയും പേടിച്ചോ, എല്ലാവരെയും പേടിച്ചോ. ജിന്ന് എന്ന് പറയുമ്പോൾ പേടിച്ചോ, അല്ലേ? ശൈത്താൻ എന്ന് പറയുമ്പോൾ പേടിച്ചോ. എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിച്ചോ. മോമിനിങ്ങളാണെങ്കിൽ നിങ്ങൾ എന്നെ മാത്രമേ പേടിക്കാവൂ. ദാലിക്കും, എന്നിട്ട് അള്ളാഹ് വിവരിക്കുകയാണ്. അതെന്താന്നോ, ഇതാ ദുഹിയല്ലാഹു വഹ്ദഹു കഫർത്തും. ഇതാരെ പറ്റി പറയുന്നതെന്ന് ഞാൻ പറയാണ്ട് അർത്ഥമൊന്നും വേറെ ഒരു മുഫസ്സിർ ഒരുത്തനും വേണ്ട. ഇത് അള്ളി പറഞ്ഞ് മനസ്സിലാകാൻ എന്താ പറഞ്ഞ്? ദാലിക്കും അതുണ്ടല്ലോ. എന്താ കാര്യം? ഇതാ ദുഹിയല്ലാഹു വഹ്ദഹു, അള്ളാഹ് ഏകനോട് മാത്രമേ പ്രാർത്ഥിക്കൂ. അള്ളാഹു ഒരുത്തനോട് ഏകനോടേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞാൽ കഫർത്തും, ഒരു നിഷേധികളായിപ്പോവും. അള്ളാഹനെ ബാക്കിയില്ല, ഈ ഔലിയാക്കന്മാരെല്ലാം പിന്നെ എന്തിനാ അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാനോ? അവർ നിഷേധികളാകും. വയൻ യുശിരിക് ബിഹി തുഅ്മിനു, ഇവരൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചോന്നാ പറയുന്നെങ്കിലോ നമ്മൾ പറയുന്നൊക്കെ വിശ്വസിക്കും. അള്ളാഹനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവെന്ന് പറഞ്ഞാലോ നമ്മൾ പറയുന്ന ഒന്നും വിശ്വസിക്കില്ല. അള്ളാഹ് എത്ര കൃത്യമായിട്ടാണ്. എന്നിട്ട് അള്ളാഹ് പറയുക, ഒമാ യുഅ്മിനു അക്സറുഹും ഇല്ലാ വഹും മുശ്രിക്കൂൻ. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ ഭൂരിപക്ഷവും മുശ്രിക്കുകളായിട്ടാണ് വിശ്വസിക്കുന്നത്. കേരളത്തിൽ മാത്രം നോക്കാം. കേരളത്തിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ ഭൂരിപക്ഷവും ആരാണ്? അമ്പിയാവുലിയാക്കന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മുശ്രിക്കുകളാണ്. ഖുർആൻ പറഞ്ഞ്, ഒമാ യുഅ്മിനു അക്സറുഹും ഇല്ലാ വഹും മുശ്രിക്കൂൻ. അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഭൂരിപക്ഷവും മുശ്രിക്കുകളായിട്ടാണ് വിശ്വസിക്കുന്നത്. ഇത് ഖുർആനാണ് പറഞ്ഞേ. ഇത് കൃത്യമല്ലേ? കേരളത്തിൽ ഇന്ന് ഈ പറഞ്ഞ 100% അല്ലേ ഭൂരിപക്ഷവും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മുശ്രിക്കുകളല്ലേ? എന്നിട്ട് ഇന്നല്ലാഹ ലാ യാഫിർ യുശ്രിക ബിഹി, അള്ളാഹുൽ പങ്കുചേർക്കുന്ന പുറത്തു തരില്ല. വയഫിർ മാദൂന ദാലിക ലിമൻ യശാ, അള്ളാഹുൽ പങ്കുചേർക്കാത്ത എന്ത് തെറ്റുകൾ ചെയ്താലും ഒരുപക്ഷെ അള്ളാഹ് പുറത്തു തരും. പുറത്ത് തന്നിക്കില്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ കഴിഞ്ഞാൽ നരകത്തു നിന്ന് സ്വർഗത്തിലെത്താം. ശിർക്ക് ചെയ്തവനോ ഓൻ നരകത്തിൽ തന്നെയാണ്. ഓനൊരിക്കലും അള്ളാഹ് പുറത്തു കൊടുക്കില്ല. ഇന്നവുമായി യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അള്ളാഹുവിൽ തീർച്ചയായും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിന് സ്വർഗം ഹറാമാണ്, കാലാകാലം നരകത്തിലാണ്. എന്താണ്? ഇന്നവുമായി യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ഓൻ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവൻ ഓന് സ്വർഗം ഹറാമാണ്. ഈ ഭൂമിയിൽ സ്വർഗം ഹറാമായി പോകുന്ന ഒരു തെറ്റുമില്ല. ഒരു മനുഷ്യന് സ്വർഗം ഹറാമായി പോയി ഓനൊരു കാലത്ത് സ്വർഗത്തിലെത്തൂല എന്ന് പറയുന്ന ഒരു തെറ്റുമില്ല. ഇത് ഈ ഒരൊറ്റ തെറ്റല്ലാതെ അള്ളാഹു അല്ലാത്ത അമ്പിയായി ഔലിയാക്കന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദേവീദേവന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ, അതായത് സ്വർഗം ഹറാമാവുന്ന വേറെ ഒരു തെറ്റും ദുനിയാവില്ല. എന്നാൽ ഇന്ന് നടക്കുന്ന വാദപ്രതിവാദമൊക്കെ എന്തിനാ അല്ലേ? മുസ്ലിയാക്കന്മാരുമായിട്ടുള്ള മുസ്ലിങ്ങൾ നടത്തുന്ന വാദവും വാദപ്രതിവാദമൊക്കെ എന്തിനാണ്? മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി. എത്ര തെളിവാ ഉസ്താദ്മാർ ഖുർആൻ ഉദ്ധരിക്കുന്നത്. ഏതെങ്കിലും ഒരു മുസ്ലിയാർ, ഏതെങ്കിലും ഒരു ഉസ്താദ് ബയൽ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മോമിനിങ്ങളെ നിങ്ങൾ കള്ള് കുടിക്കണം, മോമിനിങ്ങളെ നിങ്ങൾ വ്യഭിചരിക്കണം, മോമിനിങ്ങളെ നിങ്ങൾ പലിശ മായിക്കോളി, മോമിനിങ്ങളെ നിങ്ങൾ കള്ള് കുടിച്ചോളി. ഒരു മുസ്ലിയാറും ഇന്ന് വരെ പ്രസംഗിച്ചിട്ടില്ല. ഒരു ഉസ്താദും ബയൽ പറഞ്ഞിട്ടില്ല. കാരണം എന്താ? ഇതൊക്കെ ചെയ്താലുണ്ടല്ലോ ഇതിൻ്റെയൊക്കെ ശിക്ഷ കഴിഞ്ഞാൽ ഓൻ സ്വർഗത്തിലെത്തിപ്പോകും. ഉറപ്പ് ഓനങ്ങ് സ്വർഗത്തിലെത്തും. മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിച്ചാലോ ഓന് സ്വർഗം ഹറാമാണ്. അങ്ങനെ മുസ്ലിങ്ങളെ സ്വർഗം ഹറാമായി കാലാകാലം നരകത്തിൽ കിടത്തിക്കാനാണ് മുസ്ലിയാക്കന്മാർ എന്ത് ചെയ്യുന്നത്? മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി. വേറെ ഒരു മുസ്ലിയാക്കന്മാർക്ക് വേറെ ഒരു പണിയില്ല. ഒരു തെറ്റും ചെയ്യാൻ മുസ്ലിയാക്കന്മാർ പറയില്ല, ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. മുസ്ലിങ്ങളെ നിങ്ങൾ ഇന്ന് തെറ്റ് ചെയ്യണം, ഇന്നവനെ കൊല്ലണം, ഇന്നവൻ്റെ കക്കണം എന്തും പറഞ്ഞു ഏതെങ്കിലും മുസ്ലിയാർ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു തെറ്റും നിങ്ങൾ ചെയ്യരുതെന്നാണ് മുസ്ലിയാക്കന്മാർ പറയുക.
ഈ ഒരൊറ്റ തെറ്റേ നിങ്ങൾ ചെയ്യണ്ടു. മറ്റേ ചെയ്താൽ മുസ്ലിയാക്കന്മാർക്ക് ഒന്നും കിട്ടാമല്ലോ, അല്ലെങ്കിൽ സ്വർഗത്തിലെത്തും. മുസ്ലിയാക്കന്മാർക്ക് കിട്ടേണ്ട ഈ മുസ്ലിങ്ങൾ സ്വർഗം ഹറാമായി കാലാകാലം നരകത്തിൽ കടന്നു കിട്ടണം. അതിനാണ് മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി ഖുർആനിൽ നിന്ന് തെളിവ് ധരിക്കുന്നത്. ഞാൻ ഇങ്ങനെ കണ്ടില്ല കൊട്ടപ്പുറം സംവാദത്തിൽ AP ഉസ്താദ് ഓർ മരിച്ചവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ എന്താ തെളിവുള്ളത് മോല് ഉസ്താദെ എന്ന് ചോദിച്ചപ്പം വസുൽ മൻ അർസൽന എന്ന ആയത്തോതിക്കൊടുത്തു. ഇതാ മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവ് എന്ന് പറഞ്ഞാൽ സ്വർഗം മറമായിട്ട് കാലാകാലം നരകത്തിൽ കിടക്കാനുള്ള തെളിവിതാ അല്ലേ? ചിന്തിച്ചൊക്കെ എവിടെയെത്തിയെന്ന്, എവിടെയാണ് നമ്മൾ എത്തിയേ? നമ്മുടെ പണ്ഡിതന്മാർ നമ്മളെ എവിടെയാണ് എത്തിച്ചത് എന്നൊന്ന് ചിന്തിച്ചൊക്കെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരൊറ്റ ആയത്തും കൂടി. വൈദ് കാലല്ലാഹു യാ ഈസബിന് മറിയം. അള്ളാഹു സുബ്ഹാനഹു തആല പരലോകത്ത് വെച്ചിട്ട് ഈസാ നബിയെ യേശുക്രിസ്തുവിനെ ചോദ്യം ചെയ്യാണ്. എന്താ പറയുന്നത്? അന്ത ഖുൽത ലിന്നാസ്, അല്ല ഈസേ നീ മനുഷ്യനോട്, ഭൂമിയിലുള്ള മനുഷ്യനോട് പറഞ്ഞിരുന്ന മനുഷ്യനോട് നീ പറഞ്ഞിരുന്ന ലിന്നാസ് എത്തഹദു മിന്ദൂനി ഇലാഹൈനി മിന്ദൂനില്ല എത്തഹദൂനി വ ഉമ്മിയ ഇലാഹൈനി മിന്ദൂനില്ല. എന്നെയും എൻ്റെ മാതാവിനെയും ഇലാഹാക്കണം, വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് നീ ദുനിയാവിൽ വെച്ചിട്ട് ജനങ്ങളോട് പറഞ്ഞിരുന്നു. ഇതാണ് തഹദൂനി വ ഉമ്മിയ ഇലാഹൈനി മിന്ദൂനില്ല, എന്നെയും എൻ്റെ ഉമ്മാനെയും വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന്. ഇപ്പം യേശുക്രിസ്തുവിനെയും മറിയം ബീവിനെയും വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നില്ല കോടാനുകോടി ക്രിസ്ത്യാനികൾ. ഒരു സെക്കൻഡ് ഇടതടവില്ലാതെ യേശുക്രിസ്തുവിനെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ് ക്രിസ്ത്യാനികൾ. അള്ളാഹിൻ്റെ ചോദ്യം എന്താ? ഈ ഭൂമിയിൽ നിന്ന് ഞാൻ നബിയായി അയച്ചപ്പോൾ ഇനി അവരോട് പറഞ്ഞെന്നോ എന്നെയും എൻ്റെ ഉമ്മാനെയും വിളിച്ച് പ്രാർത്ഥിക്കണം, ഇലാഹാക്കണമെന്ന്? ഈസാ നബി അലൈഹി ഇസ്ലാം എന്താ മറുപടി പറഞ്ഞ്? പരലോകത്തു നിന്നാണ് മറുപടി പറയുന്നത്, ഇവിടുന്നല്ല, ദുനിയാവെന്നല്ല. കാല സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധൻ. മാ യക്കൂനു ലീ അൻ അക്കൂല മാ ലൈസ ലീ ബിഹക്ക്. ഞാനൊരു നബിയാണ്, ഒരു നബിക്ക് പറയാൻ പാടില്ലാത്തത് ഞാൻ പറയുമോ? ഒരു നബിക്ക് പറയാൻ പറ്റുന്നല്ലേ ഞാൻ പറയൂ? അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അൻ യക്കൂല മാ ലൈസ ലീ ബിഹക്ക് ഇൻ കുന്തു കുൽത്തുഹു ഫഖദ് അലിംതഹു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ വെച്ചിട്ട് എന്നെയും എൻ്റെ ഉമ്മാനെയും വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നുവെങ്കിൽ ഫഖദ് അലിംതഹു, അപ്പം തന്നെ ഇനി അറിയില്ലോ, ഞാൻ പറയാൻ തന്നെ ഇനി അറിയില്ലോ. അലിംതഹു ഫഖദ് അലിംതഹു തഅലം മാഫി നഫ്സി വലാ അഹ്ലം മാഫി നഫ്സിക്ക്. എൻ്റെ മനസ്സിലുള്ളത് എനിക്കറിയാം, നിൻ്റെ മനസ്സിലുള്ളത് എനിക്കറിയില്ല. ഈസാ നബി അലൈഹി സ്വലാം പറയാണ്, മാ കുൽത്തുലഹും, ഞാൻ അവരോട് പറഞ്ഞെന്താന്നോ, ഇല്ലാ മാ അമർത്തനി വിഹി, നീ എന്നോട് എന്താണോ കൽപ്പിച്ചത് അതാണ് ഞാൻ പറഞ്ഞത്. അനി അബ്ദുല്ലാഹ റബ്ബി വ റബ്ബുക്കും, എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ അവരോട് പറഞ്ഞു. എന്നിട്ട് വകുന്തു അലയും ഷഹീദൻ മാ ദുംതു ഫീഹിം, ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പം ഒരു ക്രിസ്ത്യാനിയും എന്നെയോ എൻ്റെ ഉമ്മാനെയോ വിളിച്ചിട്ടില്ല, എൻ്റെ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. ഫലമ്മ തവഫൈതനി, എന്നെ നീ ഉയർത്തിയ ശേഷം കൊന്ത അന്തറക്കീബ് അലൈ വ അന്താല കുല്ലി സിംഗ്, പിന്നെ ഞാൻ അറിയില്ലല്ലോ ഭൂമിയിൽ എന്താ ഉള്ളതെന്ന്, എനിക്കല്ലേ അറിയാമെന്ന്. ഓലെന്താ ചെയ്തത് ഞാൻ അറിയില്ല. ഇത് ജീവിച്ചിരിക്കുന്ന മുസ്ലിങ്ങളുടെ വിശ്വാസം ഈസാ നബി അലൈഹി സ്വലാം ആകാശത്ത് ജീവിച്ചിരിക്കുന്നുണ്ടെന്ന്. ആ ആകാശത്തുള്ള ഈസാ നബിയെ ഒരു സെക്കൻഡിൽ കോടിക്കണക്കിന് ക്രിസ്ത്യാനികൾ കർത്താവിനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു സെക്കൻഡിൽ കോടിക്കണക്കിന് വിളികൾ ഇപ്പോഴും 2025 വർഷമായി ഈ വിളി തുടങ്ങിയിട്ട്. ഇപ്പോഴും ഞാൻ സംസാരിക്കുമ്പോൾ ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ യേശുക്രിസ്തുവിനെ കന്യാമറിയത്തെയും വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് ഖിയാമത്ത് വരെ, ലോകാവസാനം വരെ ഈ വിളി തുടർന്നേ കൊണ്ടേയിരിക്കും, ഈസാ നബി ഭൂമിയിൽ വരുന്നത് വരെ.
എന്നിട്ട് ഇത്രയും കോടാനും മനുഷ്യൻ എണ്ണി തീർക്കാത്തത്ര, ഒരു മനുഷ്യന് ലോകത്ത് എണ്ണി തീർക്കാൻ കഴിയാത്തത്ര പ്രാവശ്യം യേശുക്രിസ്തുവിനെ വിളിച്ചിട്ട്, ഈസാ നബി അലൈഹി ഇസ്ലാമിനെ വിളിച്ചിട്ട് ഒരു വിളി പോലും ഈസാ നബി കേട്ടില്ല, ജീവിച്ചിരിക്കുന്ന ഈസാ നബി കേട്ടില്ല എന്ന് പറയുമ്പോൾ മുസ്ലിയാക്കന്മാരെ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിച്ചൂടെ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.